ഇത്ത ഉമ്മ എവിടെ? ഉമ്മ റൂമിലുണ്ടല്ലോ അബിയെ. ഞാൻ ഇപ്പേ ഉമ്മാന്റെ അടുത്ത് വന്നിട്ടുള്ളല്ല. ആ ഞാൻ ആ ചെറുക്കനെന്നേ ഉമ്മാന്റെ കൈ കൊടുക്കാനേന്ന്. ചെറുക്കൻ ഒന്നിനും സമ്മതിക്കണില്ലെന്നേ. ആ ഇമ്മാന്റെ കുറുമ്പേ ലേശം മോനക്കും കിട്ടാതിരിക്കൂലല്ലോ. അബിയ നമ്മളെ മുട്ടിന്റെ പാടിപ്പം എന്താണാവല്ലേ? അവള് നമ്മളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടേ 1 വർഷം കഴിഞ്ഞടി. ആർക്കറിയത്താ? കുഞ്ഞോക്കാക്കാന്റെ ഫ്രണ്ട് പറഞ്ഞാലാ അവരിവിടെ എവിടെറ്റ ഒരു വാടക വീട്ടിലാണ് എന്നുള്ളത്. പിന്നെ ആ അജ്മലി എന്ന് പറഞ്ഞ പയ്യുണ്ടല്ലോ, നല്ലോണം കുടിക്കുവാലോ. എന്ത് ചെയ്യാനാ, അവളായിട്ട് തെരഞ്ഞെടുത്തല്ലേ ആ ജീവിതം. കുട്ടികളൊക്കെ ആയാണാവലടി. അല്ലത്താ, ഇങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? അവള് നിങ്ങളെയും ഈ കുടുംബത്തിനൊക്കെ ചെയ്തൊക്കെ മറന്നങ്ങള്. എത്ര കിട്ടിയാലും പഠിക്കൂല. എല്ലാ നാത്തൂനെ കണ്ടേ തിരിച്ചു കൊണ്ടുവരാനുള്ള വല്ല പ്ലാനിങ് ഉണ്ടോ? ഇന്നാ പിന്നെ നമ്മളെ അമ്മായിമ്മണ്ടല്ലോ അമ്മ, അത് പഴയ സ്വഭാവമായിക്കോളും. എന്റെ പൊന്നു അബി, ഞാൻ വെറുതെ ചോദിച്ചതാണ്. ഇത് എങ്ങോട്ടാണ് ചിന്തിച്ച് ഈ കാട് കയറി പോണത്? ഷായി ആ അബി, നിങ്ങളറിഞ്ഞ ഇമ്മുട്ടിന്റെ എന്താത്ത കാര്യം? ഇമ്മുട്ടിന്റെ എന്റെ മോള് പറയായേ, ഇമ്മുട്ടിന്റെ കെട്ടിയോനെ ബൈക്ക് ആക്സിഡന്റില് ആള് പോയത്ര. ഇത്ത നിങ്ങൾ എന്താ ഈ പറയണേ? നിങ്ങൾക്കേ ചിലപ്പോ ആളെങ്ങാനും മാറിയതാവും. ഇല്ല അബി, ഇന്റെ ഇളയ മോളെ കമ്പനി അല്ലേ ഇവിടുത്തെ ഉമ്മൂട്ടി. ഇന്റെ ഇളയ മോളെ ഇന്റെ മൂത്ത മോളോട് പറയേ. ഇന്റെ മൂത്ത മോള് ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞതാണ്, ഇതൊക്കെ 1 മാസം അയക്കണെന്ന് പറഞ്ഞു. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. ആ പെണ്ണെ ഒറ്റക്കൊരു കോട്ടേജിലാണെന്നാ പറഞ്ഞത്. ആ ചെക്കന്റെ വീട്ടുകാരൊന്നേ തിരിഞ്ഞു നോക്കലില്ലത്ര. ആ ചെക്കനാണെങ്കിലോ ഫുൾ ടൈമേ വള്ളടിയാണ് അത്ര. ഇവിടുന്ന് ആ ചെക്കന്റെ കൂടെ ഇറങ്ങി പോയതല്ലേ പോള്. ഇതിപ്പോ ഇങ്ങോട്ട് തിരിച്ചു വരാനും പറ്റൂലല്ലോ. എന്താ ഇപ്പൊ ചെയ്യ? ആ പെണ്ണിന്റെ ഒരു രീതി. ഞാൻ പോട്ടെ, എന്റെ കൂട്ടാണ്ട് അടുപ്പത്തെ ഇക്കതെന്തോ കേട്ടപ്പോള് എന്തൊക്കെ ഒരു സങ്കടം. ഒന്നല്ലെങ്കിൽ ചെറുപ്പത്തി കാണലുറത്തിയല്ലേ ഞാൻ മുട്ടിനെ. ഞാൻ പോയിട്ടോ. ആ ഇത്ത, നമ്മളെന്താ ഈ കേൾക്കണേ? അതെ, ഇക്കൊന്നും അവളെ കാണണടി. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണിത്താ? ഇമ്മ അറിഞ്ഞാലും സെലിക്കാക്ക് അറിഞ്ഞാലും ഇത്താക്കന്നാവും പ്രശ്നം. പിന്നെ എന്താ വേണ്ടത് അബി? അവള് നമ്മളെ ഒഴിവാക്കിയ പോലെ നമ്മൾ അവളെ ഒഴിവാക്കണം. പറയേ, അവളിപ്പോ നമ്മളെ എന്ത് കാട്ടിയാലും ഈ അവസ്ഥയിൽ അവളെ നമ്മൾ ഒറ്റക്കാക്കാൻ പറ്റൂലടി. ഇത്ത എങ്ങനെ പോവും? അവള് എവിടെയാണെന്ന് കരുതിയിട്ടാ? ഇക്കൊന്നും അറിയില്ല അബി. ഐഷുദാന്റെ മോളോടെ ചോദിച്ചു നോക്കാം നമുക്ക് എവിടെയാണെന്നുള്ളത്. ആ കുട്ടിക്ക് അറിയാന്നല്ലേ പറഞ്ഞേ. ഇവിടെ ആരുമില്ലേ? ഇമ്മുട്ടി, ഇമ്മുട്ടി, മോളെ ഇത് ഞാനാ, അന് ഷായിനാത്ത. എന്തെന്നെ ഇങ്ങനെ നോക്കണേ? ഞാൻ തെറ്റ് ചെയ്തെന്താ? ഒറ്റക്ക് നിൽക്കാൻ ആര് പറഞ്ഞു മോളെ അനക്ക് ആരും ഇല്ലാന്നുള്ളത്? അനക്ക് ഞങ്ങളൊക്കെ ഇല്ല. ഇത് നീക്ക്, നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം. പേടിയ എല്ലാരും പറ്റിച്ച് അവരും വിശ്വസിച്ച് പോയില്ല. അവനോട് ഇട്ട് കണ്ട് കൊല്ലാകൊല ചെയ്യ. എനിക്ക് അവനെ ഇഷ്ടമാണ്. അവർക്ക് പോകുമ്പോ ഇനിയും കൂടി കൊണ്ടുപോയിക്കൂടെ? എന്തൊക്കെ മോളെ ഈ പറയണത്? ഈ എണീക്ക്, ഞമ്മക്കേ പോവാം നമ്മളെ വീട്ടിക്ക്. ഇവിടെ ഒറ്റക്ക് ഇങ്ങനെ ഈ വാ മോളെ.
അബി, അബി, ഈ കുട്ടി അവിടെ. അബി, എന്തുമ്മ? ഞാനേ മോനെ ഉറക്കായിരുന്നു. എവിടക്കാ ഇപ്പൊ ഷാഹിനകത്ത് പോയത്? ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയതാണ്. നേരെ എമ്പാടും ആയില്ലേ. അത് ഇത്താക്കെന്തോ സാധനം മേടിക്കാണ്ടി പോയതാ. സെലീമാണെങ്കിൽ വിളിച്ചിന്ന്. ഓള് വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ലാന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ എന്ത് കാര്യത്തിന് വേണ്ടി പോയതാണ് ഓള്? അബി, അബി, ആ ഇത്ത വന്നുമ്മ. ഇത് എവിടുക്കാ പോയത് കുട്ടിയെ? എന്താ എനിക്ക് വിളിച്ച ഫോൺ എടുത്താല്? സെലീം എത്ര പ്രാവശ്യം വിളിച്ചു എന്നെ? ഇമ്മ ഞാൻ കേട്ടിട്ടില്ല. ഫോണേ സൈലന്റ് ആയിരുന്നു. ഞാനേ ഒരാളെ കാണാൻ പോയതായിരുന്നു. വാ. എന്ത് പണി കാണിച്ചത്? ഷായിന, ഇത് ആരോട് ചോദിച്ചിട്ട് അവളെ കൊടുന്നത്? എല്ലാരും ഉപേക്ഷിച്ച് പോയതല്ലേ അവള്? ഉമ്മ ഞാനൊന്ന് പറയുന്നത് കേൾക്കും മങ്ങള്. ഇക്കന്റെ ഒരു ന്യായം കേൾക്കണ്ട. കുറച്ചൊന്നല്ല ഞാൻ ഇവളെ ചൊല്ലിയിട്ടെ കണ്ണീര് കുടിച്ചിരുന്നത്. ഇപ്പേ ഞാൻ ചത്തോ ജീവിച്ചോന്നേ അറിയാൻ വേണ്ടി വന്നതാണ് അവള്. എന്റെ നെഞ്ചു തൊട്ട് പറയാ, അനുഭവിക്കോള്. ഉമ്മ ഇന്ന് നിങ്ങൾ കേട്ടോളി. നമ്മളെ വേണ്ടാന്ന് വെച്ച് പോയില്ല ഇവള്. അതിനുള്ളതൊക്കെ ഓളെ അനുഭവിച്ചു. ഞാൻ ചെന്നപ്പോണ്ടല്ലോ ഇവളെ ഒരു ഭ്രാന്തിനെ പോലെ ഇരിക്കായിരുന്നു അവിടെ. ഇവള് പോയില്ലേ ഒരുത്തന്റെ കൂടെ. അവനിപ്പേ ഈ ഭൂമിയിൽ ഇല്ല. ചുറ്റും ആരുമില്ലാത്ത ഒരൊഴിഞ്ഞ സ്ഥലത്ത് ഒരു കോട്ടേജിലായിരുന്നു ഇവള്. ഇവള് ആ അവസ്ഥയില് ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ തോന്നിയില്ലുമ്മ. ജപിച്ചിട്ടേ ബൈക്ക് ഓടിച്ചതാണ്. അതാണെങ്കിലോ ആക്സിഡന്റും ആയി. അവനൊന്നിപ്പോ ഈ ഭൂമിയിൽ ഇല്ലുമ്മ. ശരിയമ്മ ഇത്ത പറഞ്ഞത്. അതറിഞ്ഞിട്ട് തന്നെയാണ് ഇത്ത ഇവളെ കാണാൻ വേണ്ടി പോയത്. ഉമ്മ പറ, ഈ ഷായിന ചെയ്ത തെറ്റാണോ? അങ്ങനെ ഉമ്മക്ക് ഞാൻ ചെയ്ത തെറ്റാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇവളെ ഇവിടെ നിർത്തുന്നില്ല. ഇവളെ എന്റെ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടാക്കിക്കോളാം ഞാൻ. ഇത്ത ഇവളെ എവിടെ കൊണ്ടുപോയി ആക്കിയാലേ ഇമ്മാന്റെ മോളല്ലാതാവില്ലല്ലോ അവള്. ഇതിനാണ് പറയുന്നത് കർമ്മഫലന്ന്. ഇവള് ചെയ്തതിനുള്ളേ കർമ്മഫലാണ് ഇപ്പൊ ഇവൾ ഈ അനുഭവിക്കുന്നത്. അബി വേണ്ടടി, ഇവളോടില്ലത്താ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ ശരിയാവില്ല. ഡി ഇപ്പേ ഈ കരയുന്ന കണ്ണീരുണ്ടല്ലോ അതിനെക്കാട്ടി ഒരുപാട് കരഞ്ഞിട്ടുണ്ടടി എൻ്റെ ഇക്കാക്കമാരും എൻ്റെ ഉമ്മയും. ഡി നിനക്കേ എൻ്റെ ഇക്കാക്കാൻ്റെ അല്ല, എൻ്റെ ഇക്കല്ല ഞങ്ങളുടെ ഇക്കാൻ്റെ ശാപാണടി. മനുഷ്യനില്ലേ അന്യ നാട്ടിൽ കിടന്നിട്ടേ ചോര നീരാക്കിയേ മുതലും കൊണ്ടാടി ഇവിടുന്ന് പോയത്. ഇത്ത നാളെ ഇവളെന്നെ നിങ്ങളെ തിരിഞ്ഞു കൊത്തുന്നതേ നോക്കിക്കോളി. നിങ്ങള് ഇന്നൊന്നും മോങ്ങാതെ കേറിപ്പോടി അവത്ത്. ഉമ്മ ഇതെന്താച്ച കാട്ടിക്കോ, ഞാൻ ഒന്നും പറയായ്യ. എന്റെ തലവിധി. ഈ വാ, ഈ കരയേണ്ട മോളെ ഒക്കെ ശരിയാവും. വാ ബൈ. എന്റെ പഠിച്ചോനെ എന്ത് വിധിയത്! ഞാൻ എങ്ങനെ നോക്കിയതിന്റെ കുട്ടീനെ.